ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഹത്തായ റമദാനിൻ്റെ പ്രതിഫലാർഹമായ ദിവസങ്ങളിലൂടെ നമ്മൾ മുന്നോട്ടു പോവുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറ മുഹമ്മദിലെ 2 ആയത്തുകളാണ് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചത്. അതേ അധ്യായം 36, 36, 37 ആയത്തുകൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഫലാ തഹിനു വതദഉ ഇലസ്സൽമി വഅൻതുമുൽ അഅലൗന വല്ലാഹു മഅക്കും വലൻ യത്തിറക്കും അഅ്മാലക്കും ഇന്നമൽ ഹയാത്തുദ്ദുനിയ ലഇബുൻ വലഹുൻ വഇൻ തുഅ്മിനു വതത്തഖു യുഅ്തിക്കും ഉജൂറക്കും വലാ യസ്അൽക്കും അംവാലക്കും ഇൻ യസ്അൽകുമൂഹാ ഫയുഹ്ഫിക്കും തബ്ഖലു വയുഖ്രിജ് അദ്ഗാനക്കും. അപ്പോൾ 2-3 ആയത്തുകൾ തുടർച്ചയായിട്ടുള്ളതാണ്. അതിൽ ഓരോ വാക്കുകളും ഒരുപാട് ജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നിവർത്തിച്ചു തരുന്ന ചില ആയത്തുകളാണ്. ഫലാ തഹിനു, നിങ്ങൾ നിരാശരാകരുത്, അല്ലെങ്കിൽ ദുഃഖിതരാകരുത്, വിഷണ്ണരാകരുത്. അതാണ് ഇതിൻ്റെ ശരിയായൊരു രീതി. വതദഉ ഇലസ്സൽമി, ഒരു സന്ധിയിലേക്ക്, സമാധാനത്തിന് വേണ്ടിയുള്ള ഒത്തുതീർപ്പ്, വിട്ടുവീഴ്ച, പരസ്പര അംഗീകാരം എന്നിവയ്ക്ക് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ ഉന്നതരായിരിക്കെ, നിങ്ങൾ ശക്തരാണ്, കഴിവുറ്റവരാണ്, നിങ്ങൾ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്, നിങ്ങൾ പ്രാപ്തരുമാണ് എങ്കിൽ നിങ്ങൾ നിസ്സാരരായി മാറരുത്. വലാ തഹിനു വല്ലാഹു മഅക്കും, കാരണം അല്ലാഹു നിങ്ങളോടൊപ്പമാകുന്നു. വലൻ യത്തിറക്കും അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒന്നിൻ്റെയും ഫലം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രവർത്തനങ്ങളും അല്ലാഹു നിഷ്പ്രഭമാക്കുകയോ നിഷ്ഫലമാക്കുകയോ ചെയ്യുകയില്ല. അപ്പോൾ നിങ്ങൾ ഉന്നതരാണ്, പ്രാപ്തരുമായിരിക്കെ ഒരിക്കലും നിങ്ങൾ നിസ്സാരരായി തരം താഴ്ന്ന് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നമൽ ഹയാത്തുദ്ദുനിയ ലഇബുൻ വലഹുൻ. വേറൊരായത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചേർത്ത് പറയുന്നൊരു വചനമുണ്ട്. അവിടെ വതഫാഖുറുൻ ബൈനക്കും ബിൽ അംവാലി വൽ ഔലാദ് എന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട്. ലഹ്വ്, ലഇബ്. അപ്പോൾ ഇവിടെ അല്ലാഹു അറിയിച്ചത് നമ്മുടെ ഈ ദുനിയവിയായ ജീവിതം കളികൾ നിറഞ്ഞതാണ്, തമാശകൾ നിറഞ്ഞതുമാണ്, വിനോദങ്ങൾ നിറഞ്ഞത്, കളികൾ ആണ് ആളുകളുടെ ഒരു ജ്വരം. അത്
വഇൻ തുഅ്മിനൂ വതത്തഖൂ, നിങ്ങൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമത്തിൽ സൂക്ഷിക്കുകയും ചെയ്താൽ യുഅ്തിക്കും ഉജൂറക്കും, നിങ്ങൾക്കുള്ള ഫലം അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. വലാ യസ്അൽക്കും അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് അള്ളാഹു ആവശ്യപ്പെടുകയും ചെയ്യുന്നില്ല. അള്ളാഹുവിന് നിങ്ങളുടെ സമ്പത്ത് വേണ്ട. വിശ്വാസികളുടെ ലോകത്ത് ദൈവങ്ങൾ നിലനിൽക്കുന്നത് സാധുക്കളും അല്ലാത്തവരുമായ മനുഷ്യരുടെ സമ്പത്ത് സ്വരൂപിച്ചിട്ടാണ്. അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല. ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങളുടെ സമ്പത്തുകളൊന്നും അവൻ ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കുന്ന പക്ഷം നിങ്ങൾ ലുബ്ധ് കാണിക്കും. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടായിട്ട് നിങ്ങൾ പിശുക്ക് കാണിക്കും. വയുഖ്രിജ് അൽഗാനക്കും, നിങ്ങളുടെ പക നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്യും, പ്രകടിപ്പിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങളുടെ ഈ സമ്പത്തിലൊന്നും അവൻ ആവശ്യപ്പെടുന്നില്ല. ഇനി നിങ്ങൾ എന്തെങ്കിലും അത് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയല്ല. നിങ്ങളുടെ പണം അള്ളാഹുവിന് ആവശ്യമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നാടിനും ജനങ്ങൾക്കും മനുഷ്യവംശത്തിനൊക്കെയാണ് അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയുക. അപ്പോൾ 2-3 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതിൽ രണ്ടാമത്തെ ഭാഗം, കളികൾ എന്നത് കാര്യങ്ങൾക്ക് അപ്പുറം പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അപ്പുറം അനാവശ്യങ്ങളെ തിരഞ്ഞെടുത്ത് അതിൻ്റെ പിന്നാലെയുള്ള യാത്രയാണ് ഖുർആൻ ഇവിടെ അപലപിക്കുന്നത്. കേവലമുള്ള കളികൾ ഇസ്ലാമിൻ വിരോധിക്കുന്നില്ല. കാരണം നബി പോലും സാമാന്യം പ്രായമായ ശേഷം പല വിനോദ കളികളിലും ഏർപ്പെട്ടിരുന്നു. സഹാബികളും അങ്ങനെ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ കളികൾ ആവശ്യത്തിന് പരിധി നിർണയിച്ച് അംഗീകരിക്കുന്നുണ്ട്. അനാവശ്യവും പരിധി വിട്ടതുമായ കളികൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. പല കാര്യങ്ങളും നിരോധിച്ചപ്പോൾ 2-3 കാരണങ്ങൾ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. 2-ാം അധ്യായം. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയും മനുഷ്യരെ. വിലയേറിയ സമയം പാഴാക്കി കളയും, സമ്പത്ത് നഷ്ടപ്പെടുത്തും, പകയും വിദ്വേഷവും ചേരിതിരിവും ചേരിപ്പോരും വേർതിരിവും ശത്രുതയും ഉണ്ടാകും. അത് വാതുവയ്ക്കുന്നതിലൂടെയും സ്വജന പക്ഷപാതിത്വത്തിന് വേണ്ടി നിലകൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ വേർതിരിവുണ്ടാകുന്നതും ഏറ്റുമുട്ടലുണ്ടാകുന്നതും. 2 രാജ്യങ്ങൾ തമ്മിൽ കളിയിലേർപ്പെടുമ്പോൾ പോലും ലോകമെമ്പാടും ഇതൊക്കെ ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ലഇബ്, അതൊരു പരിധിക്കപ്പുറം ഒരു കലവറയില്ലാതെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതും ആവശ്യത്തിന് അംഗീകരിക്കുകയും നബിയും സഹാബികളും അതിന് മാതൃക കാണിക്കുകയും ചെയ്തു. അത് ഓട്ടമത്സരം മാത്രമല്ല, നബിയിലുള്ള വിനോദങ്ങൾ കുതിര സവാരി മാത്രമല്ല, ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്ന വിനോദങ്ങൾ മാത്രമല്ല, അമ്പും വില്ലും അടക്കം. ഇനി ഒരു വേള ഒരു കടലിലാണ് എത്തിച്ചേർപ്പെടുന്നത് എങ്കിൽ നീന്തൽ മത്സരങ്ങൾ വരെ കളികളുടെ ഇനങ്ങളാണ്. 2 കലാ ഇനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിയിൽ മാത്രമേ അനുവാദമുള്ളൂ. കലാ ഇനങ്ങളിലാണ് നമ്മളിവിടെ അക്ഷരശ്ലോകം എന്ന് പറയുന്ന രീതിയുണ്ട്. അത് നബിയുടെ കാലത്ത് അങ്ങനെയല്ല. ഒരാൾ ഒരു ആശയം സമർപ്പിക്കുമ്പോൾ അതിനെ എതിർത്ത് മറ്റൊരാൾ ക്ഷണികമായി അപ്പോൾ തന്നെ കവിത ചൊല്ലും.
അപ്പോൾ 4 വരി ഇവിടെ ഒരാൾ ചൊല്ലിയാൽ അടുത്ത 4 വരി ഹസ്സാൻ ബിൻ സാബിത്ത്, അങ്ങനെയാണ് ഇസ്ലാമിൽ ഏറ്റവും പ്രസിദ്ധ കവിയാകുന്നത്. അപ്പം നബിക്ക് വേണ്ടി നബിയുടെ ആശയത്തെ ജ്വലിപ്പിക്കുന്നതിന് ഹസ്സാൻ ബിൻ സാബിത്തിനെയാണ് ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ഇസ്ലാമിനെതിരിലുള്ള ആക്ഷേപങ്ങളെ കാവ്യ കലകളിലൂടെ പ്രതിരോധിക്കുന്ന ഏർപ്പാടുണ്ടായിന്ന്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതൊന്നും ഇസ്ലാം അന്യമാക്കിയില്ല. ലഹുവാണ്, പാഴാക്കി കളയൽ, ഒരു പ്രയോജനവുമില്ലാതെ സമയം പാഴാക്കുന്ന ഏതൊന്നിനും അത് പറയും. ചില ശീലങ്ങൾ കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ആവശ്യത്തിന് നല്ലതാണ്, അത് അനാവശ്യത്തിലേക്ക് കടക്കുമ്പോൾ ദോഷം ചെയ്യും. അത് ഭക്ഷണമായിരുന്നാലും ജീവിതത്തിൻ്റെ ഏത് ശൈലികളായിരുന്നാലും അങ്ങനെയാണ്. അപ്പോൾ ദുനിയാവ് ഒരു പരിധി വരെയും കളിയും പാഴാക്കി കളയുന്ന സമയം പാഴാക്കലും വിനോദങ്ങളും ഒക്കെ നിറഞ്ഞു കവിഞ്ഞതാണ്. ഒരു വാക്കുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാട് എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നത് ലഹരിയാണെന്ന് നിങ്ങൾക്കറിയാം. ലഹരികളാണ്. ഇത് എല്ലാവർക്കും അറിയാം. നിയമപാലകർക്കറിയാം, നിയമനിർമ്മാതാക്കൾക്കറിയാം, നിയമ സംരക്ഷകർക്കറിയാം. ഇതിൻ്റെയൊക്കെ മുകളിൽ മുഴുവൻ ഗവൺമെൻറ്റുകൾക്കും അറിയാം. ശരി, അത് നമുക്ക് നിർത്തിക്കളയാം എന്നാരും ചിന്തിക്കുകയില്ല. കാരണം ഇത് വലിയ വരുമാന സ്രോതസ്സാണ്. 10-25,000 കോടി രൂപയൊക്കെ 2 കിലോ സാധനം വെറുതെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുപോകുന്നവരെ സഞ്ചി പിടിച്ചു കൊണ്ടുപോയാൽ മതി. അത്രയും കോടിയാണ് കിട്ടണത്. അതൊരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചാൽ 79% കർഷകരായ ഇന്ത്യ രാജ്യത്തൊരു കർഷകൻ അവൻ്റെ ഒരു പുരുഷായുസ് മുഴുവൻ ജീവിച്ചാലും 10 തലമുറകൾ ജീവിച്ചാലും 1 കോടി എത്തൂല. അപ്പോൾ ഇത്രയും വലിയ സമ്പത്തിൻ്റെ സ്രോതസ്സാണ് ഇത്. അത് നമുക്ക് ഗുണകരമാണ് എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതിനാൽ മനുഷ്യവംശത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ലഹുവ്. എളുപ്പമൊരു ഉദാഹരണം പറഞ്ഞാണ് ഞാനത്. ഇതൊരു പരിധി വരെ പറഞ്ഞാൽ ലഴിബുമാണ്. ഇതൊരു ജാതി പാമ്പും കോണിയും കളിക്കുന്ന ഒരു കളിയാണെന്ന് ചുരുക്കം. അള്ളാഹു നിങ്ങളോട് പണമൊന്നും ചോദിക്കുന്നില്ല. ഇപ്പം ദൈവത്തിൻ്റെ നിലനിൽപ്പിന് നിങ്ങളെല്ലാം കാശ് കൊണ്ടുവന്ന് കൊടുക്കണം എന്നല്ല. ഒരു അറബി കവിയുടെ ഒരു കവിതയുണ്ട് സാന്ദർഭികമായിട്ട്. നമ്മളിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഒരു ശ്വാസം എടുക്കുന്നതിന് ഭക്ഷണം വേണം, ഒരു ഊർജം. അതിന് 1 ദിർഹമു പോലും കൊടുക്കാത്ത നമ്മൾ, അതിന് 1 പൈസ, അങ്ങനെ പറയലാണ് ദിർഹമിനേക്കാൾ എളുപ്പം. 1000കണക്കിന് ദിർഹമുകളാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക. മരിച്ച് മൺമറഞ്ഞ് പോയ ഖബറിൻ്റെ മുകളിൽ, മരത്തിൻ്റെ ചോട്ടിൽ, കടലിലേക്ക് വലിച്ചെറിയുന്നത്, അങ്ങനെ തുടങ്ങി നിങ്ങൾ നോക്കിയാൽ വെറുതെ കത്തിച്ച് കളയുകയാണ്. അത് മെഴുകുതിരി ആയിരുന്നാലും എണ്ണയായിരുന്നാലും ഇതൊക്കെ ചില വഴിപാടുകളും നേർച്ചകളുമാണ്. 1000കണക്കിന് ലക്ഷോപലക്ഷം രൂപയാണ് കളയുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരാൾ അനിവാര്യമായ ഊർജ്ജശ്വാസം വലിക്കുന്നിടത്ത് വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് 1 പൈസ പോലും നമ്മൾ കൊടുക്കൂല. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞത്, നിങ്ങളുടെ 1 പൈസ ഇവിടെ വേണ്ട, നിങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചാൽ മതി. അത് അനാവശ്യമായി പോകരുത്, ആക്ഷേപാർഹവുമാകരുത്. അങ്ങനെ കുറേ കാര്യങ്ങൾ സൂറത്ത് മുഹമ്മദ് ഓരോ വാക്കുകളും ഒരു നിത്യപ്രസക്തമാണ്. എന്ന് പറഞ്ഞാൽ ആ 15 നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരിക്കുന്നവരുടെ ജീവിത പരിസര സാഹചര്യങ്ങളെന്തോ അതിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആശയമാണെങ്കിൽ 15 നൂറ്റാണ്ട് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന മനുഷ്യവംശത്തിൻ്റെ ജീവിത പരിസരത്തിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ താത്വികമായി വിശകലനം ചെയ്യുന്ന ഒരധ്യായമാണ് സൂറത്ത് മുഹമ്മദ്. അത് നിങ്ങൾക്കൊന്ന് വായിക്കാവുന്നതും പഠിക്കാവുന്നതുമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
മഹത്തായ റമദാനിനെ അംഗീകരിക്കുന്ന അതിൻ്റെ ഫലം ഉൾക്കൊള്ളുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത് ത്വയ്യിബ് ദറാഹും വജഅലിൽ ജന്നത മഅവാഹും. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. اللهم ارحمنا يا ارحم الراحمين، اللهم ارحمنا يا ارحم الراحمين. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.